എല്ലാവർക്കും നമസ്കാരം. പഠനകാലം എന്ന് പറയുന്നത് എല്ലാവർക്കും തന്നെ സന്തോഷകരമായ കാലയളവാണ്. ഓരോ നിമിഷവും അതനുഭവിച്ചുകൊണ്ടാണ് നാം ഇവിടെ ഇത്രയും കാലം ജീവിച്ചത്. ഒരു കുട്ടിയെ നല്ലൊരു വ്യക്തിയാക്കുന്നതിൽ പ്രധാന പങ്ക് വിദ്യാലയങ്ങൾ വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെ ഞാനാക്കിയതിലും പ്രധാന പങ്ക് ഈ വിദ്യാലയത്തിനുണ്ട്. ഞാൻ 8ാം ക്ലാസ്സിലാണ് ഇവിടെ ജോയിൻ ചെയ്യുന്നത്. അതിനുശേഷമുള്ള 3 വർഷത്തെ എൻ്റെ പഠനം ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളായിരുന്നു. അതിന് കാരണം എൻ്റെ മുൻപിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ്. ഇത് ഈ മീറ്റിങ്ങിൽ വെറുതെ പുകഴ്ത്തിപ്പറയാൻ വേണ്ടി പറയുന്നതല്ല. എനിക്ക് നല്ല കൂട്ടുകാരെ സമ്മാനിച്ചത് ഈ വിദ്യാലയമാണ്. നല്ല ടീച്ചേഴ്സിനെ കിട്ടിയത് ഇവിടെ നിന്നാണ്. സർവോപരി നല്ല ഓർമ്മകളെ സമ്മാനിച്ചതും ഈ വിദ്യാലയം തന്നെയാണ്. എല്ലാവരിൽ നിന്നും കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നാണ് പറയുക. അത് സത്യവുമാണ്. കാരണം സിലബസിന് പുറമെ കുറേ കാര്യങ്ങൾ നമുക്കിവിടെ നിന്ന് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് എന്താണ്, ഒരു കുട്ടി എങ്ങനെ ആകണം, എന്താണ് നല്ലൊരു ടീച്ചർ, എങ്ങനെ സമൂഹത്തിൽ ഇടപെടണം, പെരുമാറണം, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, കഴിഞ്ഞ 3 വർഷത്തെ നിങ്ങളോടൊപ്പമുള്ള അനുഭവങ്ങളാണ് എൻ്റെ സ്വഭാവത്തെ രൂപപ്പെടുത്തിയത്. നിങ്ങളുടെ സംഭാഷണങ്ങൾ, ഇടപെടലുകൾ, വഴക്കുണ്ടാക്കിയത്, പിണങ്ങിയത്, ഇണങ്ങിയത്, ഒന്നിച്ചിരുന്ന് വായിച്ചത്, ഭക്ഷണം കഴിച്ചത്, പരീക്ഷയ്ക്ക് കൂപ്പിയടിച്ചത്, ഇവയൊക്കെയാണ് എന്നെ ഞാനാക്കിയത്. നമ്മുടെ വിദ്യാലയത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ വളരെ മധുരമുള്ള ഓർമ്മകളാണ് എൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. എൻ്റെ ക്ലാസ്മേറ്റ്സ്, ക്ലാസ്സുകളിലെ അപ്രതീക്ഷിതമായ ജന്മദിനാഘോഷങ്ങൾ, സ്റ്റേജിൽ കയറിയത്, ഒരിക്കലും മറക്കാൻ കഴിയാത്ത ടൂറ്, ക്ലാസ്സിൽ ഇരുന്നുള്ള ഉറക്കം, എല്ലാം മനോഹരമാണ്. ഈ വിദ്യാലയത്തിൽ നിന്ന് പടിയിറങ്ങുന്ന ദിവസമെടുക്കുമ്പോൾ എന്തോ ക്ലാസ്സിലെ ഡെസ്കിനോടും ബെഞ്ചിനോടും ചുവരിനോടുമെല്ലാം വല്ലാത്ത ഒരു അടുപ്പം തോന്നുകയാണ്. ക്ലാസ്സിലെ എല്ലാവരുടെയും മനസ്സിൻ്റെ താളം ഒരേപോലെയാവുന്ന ദിവസങ്ങളാണിത്. ഇപ്പോൾ എല്ലാം അവസാനിക്കുകയാണ് എന്ന ബോധ്യം ഉൾക്കൊള്ളുമ്പോഴാണ് നിങ്ങളെല്ലാവരും എനിക്കെത്ര പ്രിയപ്പെട്ടവരായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. ചങ്ങാതിമാരുടെ ഓർമ്മയ്ക്കായി ചിലരൊക്കെ ഓട്ടോഗ്രാഫ് വാങ്ങി. എന്നാൽ എനിക്കതിൻ്റെ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം മനസ്സിലെ താളുകളിൽ നിങ്ങളെല്ലാവരും എന്നെ എഴുതപ്പെട്ടു കഴിഞ്ഞു. ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഏറ്റവും നല്ല നിമിഷങ്ങളാണ് അവയെല്ലാം. പറഞ്ഞാൽ തീരാത്തത്ര ഓർമ്മകൾ ഇവിടെയുണ്ട്. ഇനി നമുക്ക് ഒരേ ക്ലാസ്സിൽ, ഒരേ സ്കൂളിൽ, ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കാൻ സാധിക്കില്ല എന്ന സത്യം ഞാൻ തിരിച്ചറിയുന്നു. നമ്മളെ ഈ വിദ്യാലയം മറക്കും എന്ന് തോന്നുന്നില്ല. കാരണം ഇവിടുത്തെ ബെഞ്ചിലും ഡെസ്കിലും ചുവരുകളിലുമെല്ലാം നമ്മുടെ പേരുകൾ ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. എന്നാൽ ഈ വിദ്യാലയം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്കാണ് ആഴ്ന്നിറങ്ങിയിരിക്കുന്നത്. അതിൻ്റെ ഓർമ്മകളെ ഇല്ലാതാക്കാൻ ആർക്കും സാധ്യമല്ല. ഇത്രയേറെ സുഗന്ധങ്ങൾ സമ്മാനിച്ചിട്ടുള്ള വേറെ എന്ത് ഓർമ്മകളാണ് നമ്മളിനുള്ളിൽ തളിർക്കാനുള്ളത്? ഇനി എന്നാണ് നാം കാണുന്നത് എന്നറിയില്ല. ഇവിടെ വെച്ചാണ് കാണുന്നത് എന്നും അറിയില്ല. ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന പലരെയും ഇനി കണ്ടു എന്നും വരില്ല. തുടർ പഠനത്തിൻ്റെ പുതുവഴികൾ തേടി നാം മുന്നോട്ട് കുതിക്കുകയാണ്. പറക്കാൻ നമുക്ക് ചിറകുകളുണ്ട്, അതിരില്ലാത്ത അവസരങ്ങളുമുണ്ട്. കാണാൻ സ്വപ്നങ്ങളും എത്തിപ്പിടിക്കാൻ ലക്ഷ്യങ്ങളുമുണ്ട്. എത്ര ഉയരത്തിൽ നാം എത്തിയാലും ഈ വിദ്യാലയമാണ് നമ്മുടെ വേര് എന്ന് മറക്കരുത്. നമ്മെ അറിവിൻ്റെ വെളിച്ചം നിറച്ച് മുന്നേറാൻ പ്രാപ്തരാക്കിയ ഗുരുക്കന്മാരെ നാം മറക്കരുത്. അവരെ ഓരോരുത്തരെയും നമ്മൾ ഹൃദയത്തിൽ സ്ഥാനം നൽകി ആദരിക്കണം.
നമ്മുടെ ഈ ബന്ധങ്ങൾ സൂക്ഷിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് തോന്നുന്നു എക്സാം എല്ലാം കഴിഞ്ഞ് നമ്മൾ പോകുന്ന നേരം നമ്മുടെ ഈ വിദ്യാലയത്തെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അത്രയും നാൾ കാണാത്തൊരു ഭംഗി ഈ വിദ്യാലയത്തിന് തോന്നും. കാരണം അത് നമ്മുടെ ഓർമ്മകളുടെ മനോഹാരിതയാണ്. ഉള്ളിൽ സങ്കടമുണ്ടെങ്കിലും ചിരിച്ചുകൊണ്ട് നമ്മളും എല്ലാവരോടും യാത്ര പറയുകയാണ്. മനസ്സ് കരയുമ്പോഴും പുഞ്ചിരി കൈമാറിക്കൊണ്ട് നമുക്ക് തൽക്കാലം വിട പറയാം. എല്ലാവർക്കും എല്ലാ ജീവിത വിജയങ്ങളും സമാധാനവും എല്ലാ നന്മകളും ആശംസിക്കുന്നു. ഞങ്ങളുടെ വിജയത്തിനായി കൊതിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി.